നബി തങ്ങളെ വിളിക്കുന്നത് ശിർക്കാണ്, മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കാണ്. യാ ഇബാദല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളാരെങ്കിലും ഒറ്റപ്പെട്ട ടൈമിൽ, സഹായിക്കാൻ ആളില്ലാത്ത ടൈമിൽ, മൻ അറാദ ഔനൻ, ഹദീസിന്റെ പൂർണ്ണ പദം എനിക്ക് ഓർമ്മ വരുന്നില്ല, ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടായാൽ ഫൽയുനാദി, അവൻ വിളിച്ചു കൊള്ളട്ടെ, യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, അത് മലക്കുകളാകാം, മറ്റ് മനുഷ്യ ഔലിയാക്കളാകാം, അല്ലെങ്കിൽ ജിന്നുകളാകാം, ആരുമാകാം. ആരോടും വിളിച്ച് സങ്കടം പറയാൻ പാടില്ല എന്ന ആശയം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഒരാളല്ല ഉദ്ധരിച്ചത്, എത്ര ഇമാമിങ്ങളാണ് ഉദ്ധരിച്ചത്. ഇമാം നവവി അദ്കാറിൽ പറയുന്നു, യാത്രയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ആരാരുമില്ലാത്ത സ്ഥലത്ത് വന്നാൽ, ആവശ്യം വന്നാൽ വിളിക്കേണ്ട പദമായിട്ട് യാ ഇബാദല്ലാഹ്, യാ അല്ലാഹ് എന്ന് വിളിക്കാത്തവരില്ല. അത് പഠിപ്പിക്കേണ്ട ആവശ്യം മുസ്ലിമിനില്ല. എല്ലാ ടൈമിലും യാ അല്ലാഹ് എന്ന് വിളിക്കാൻ എല്ലാ ടൈമിലും തയ്യാറുള്ളവരും ചെയ്യുന്നവരും വഹാബിയേക്കാൾ, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ, തബ്ലീഗുകാരേക്കാൾ മുന്നിൽ സുന്നികളാണ്. ഞങ്ങളെപ്പോലെ അള്ളാഹിനെ വിളിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എല്ലാം ഞങ്ങൾ സമർപ്പിക്കാറുള്ളത്. പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന്, അവിടെ ഞങ്ങളത് ചെയ്യുന്നു. ഇത്രയുള്ളൂ. പ്രയാസം വരുമ്പോൾ ഔലിയാക്കളെ വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, അപ്പോൾ വിളിക്കുന്നു എന്ന് മാത്രം. യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി, 3 വട്ടം വിളിക്കാനാണ് പറഞ്ഞത്. എന്താ അർത്ഥം? യാ ഇബാദല്ലാഹ് എന്നതിൻ്റെ അർത്ഥവും യാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥവും വ്യത്യാസമില്ലേ? അള്ളാഹുവേ എന്നല്ല, യാ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമത്ത ബോധത്തിൽ ജീവിച്ച മഹാന്മാരെ, മലക്കുകളായാലും വേണ്ടിയില്ല, ജിന്നുകളായാലും വേണ്ടിയില്ല, മനുഷ്യനായാലും വേണ്ടിയില്ല, മഹാന്മാരെ, അഈനൂനി, എന്നെ നിങ്ങൾ സഹായിക്കണേ എന്ന് 1 വട്ടമല്ല 3 വട്ടം വിളിക്കണമെന്ന് ത്വബറാനിയുടെ റിപ്പോർട്ടിൽ കാണാം. ഇത് ആ ഹദീസിന്റെ സനദ് ചോദ്യം ചെയ്തുകൊണ്ട് തള്ളിയാൽ പോരാ. മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോകുന്ന അമലാണ്. മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോകുന്ന അമലാണ്. ഈ ശിർക്കാണോ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി അടക്കം കൊണ്ടുവന്നത്? ഈ ശിർക്കാണോ ഇമാമിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത്? ഈ ശിർക്കാണോ സ്വഹാബത്ത് പഠിപ്പിച്ചത്, മുത്തുനബി പഠിപ്പിച്ചത്? വല്ലാത്ത വേദനയുണ്ട് ശിർക്കാരോപിക്കപ്പെടുമ്പോൾ. നബവി ഇമാം ഹജ്ജ് യാത്രക്കായിട്ട്, ഹജ്ജിനായിട്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഇലാഹ് എന്ന കിതാബ്. ആ അൽ ഇലാഹ് എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ യാത്രക്കാരുടെ അദബുകൾ, ഹജ്ജിന് പോവുക മാത്രമല്ല മറ്റ് യാത്രക്കാരുടെ അദബുകൾ പറയുന്നുണ്ട്. ആ അദബ് പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നിൻ്റെ വണ്ടി എന്തെങ്കിലും ഇടച്ചിൽ നടന്നാൽ, നിൻ്റെ ഒട്ടകം പോലുള്ള വണ്ടികളെല്ലാം അന്നുള്ളത്, ഇടച്ചിലുണ്ടായാൽ നീ വിളിക്കണം, യാ ഇബാദല്ലാഹ് യഹ്ബിസു, യാ ഇബാദല്ലാഹ് യഹ്ബിസു, യാ ഇബാദല്ലാഹ് യഹ്ബിസു സലാസൻ, 3 പ്രാവശ്യം വിളിക്കണം. അവിടുത്തെ അദ്കാറെടുത്ത് നോക്ക്. എന്നിട്ട് നൈമാൻ പറയാണ്, എൻ്റെ ഉസ്താദുമാരിൽ പലരും ഇത് ചെയ്തവരാണ്, ഇവരൊക്കെ മുശ്രിക്കാക്കണ്ടേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, എൻ്റെ വണ്ടിയെ തളച്ചു തരണം, പിടിച്ചു തരണം, ഒട്ടക ഇടഞ്ഞിരിക്കുന്നു, അതിനെ സമാധാനിപ്പിച്ച് തരണം, പിടിച്ചു തരണം, തടഞ്ഞു തരണം എന്ന് പറയണം. ഇത് സുന്നത്താണ്. യാത്രക്കാർക്ക് അങ്ങനെ സംഭവിച്ചാൽ സുന്നത്താണ്. എന്നിട്ട് നൈമാൻ പറയാണ്, എനിക്കും അങ്ങനെ അനുഭവമുണ്ട്. ഞാനും ഇങ്ങനെ എൻ്റെ വണ്ടി ഇങ്ങനെ പ്രശ്നമായപ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ വണ്ടിയെ പിടിച്ചു വെച്ച പോലെ അവിടെ നിന്നുപോയി. ഇങ്ങനെ നബവി ഇമാം ചെയ്തു, അവർ ഉസ്താദുമാർ ചെയ്തു, മുസ്ലിം ഉമ്മത്ത് ചെയ്തു, ഇവരെല്ലാവരും ചെയ്തു, മുത്തുനബി ചെയ്യാൻ കൽപ്പിച്ചു, സഹിയായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ സംബന്ധിച്ച് മജ്മുഅയിലും മറ്റും പറഞ്ഞതും മറ്റും ഷൗക്കാനി ഉദ്ധരിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും മുത്ത് റസൂലുള്ളാഹി തങ്ങളും മുസ്ലിം ലോകവും അള്ളാഹുവിനെയും മഹാന്മാരെയും മുത്തുനബിയും വിളിക്ക എന്നുള്ള ആശയം പറഞ്ഞിട്ട് ആ ആശയത്തിൻ്റെ എതിരിൽ പറയുന്നവൻ മുസ്ലിം ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ എതിരിൽ പറയുന്നവനാണ്. അവർ ഇസ്ലാമിൻ്റെ പുറത്തേക്കുള്ള ആശയം പറയുന്നവരാണ്. അവർക്ക് സത്യമായ വഴിയല്ല അവരുള്ളത്. അതുകൊണ്ടാണ് ഇജ്മാഇൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാഇൻ്റെ ഹർക്കായ വാക്കാണത്.